about the continuation of third chapter. Topic is acid and metal. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്? ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് ആസിഡ്, ആസിഡ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും കൂടാതെ ചില ഫുഡ് സബ്സ്റ്റൻസസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്തുവല്ലോ. അതുകൂടാതെ നമ്മൾ ലിറ്റ്മസ് പേപ്പർ എന്താണെന്നും ഹിബിസ്കസ് പേപ്പർ എന്താണെന്നും ഡിസ്കസ് ചെയ്തു അല്ലേ? ഓക്കെ, ദെൻ നൗ learn about acid and metals. Then take page number 40 and listen. Acids and metals. We have looked at some of the characteristics of acid. നമ്മളിപ്പോൾ ആസിഡിൻ്റെ ചില സവിശേഷതകളാണ് നോക്കിയത്. Now let us do a few more activities. ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് കൂടെ നോക്കാം. Take a little dilute hydrochloric acid in a test tube and put a piece of zinc into it. അതായത് നമ്മളോട് പറയുന്നത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കാനാണ്. ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കണം. ഹൈഡ്രോക്ലോറിക് ആസിഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതല്ല ഒഴിക്കേണ്ടത്, ഡൈല്യൂട്ട് ചെയ്തതാണ്, നേർപ്പിച്ചതാണ് കേട്ടോ. അതിലേക്ക് വെള്ളം ചേർത്ത് അതിൻ്റെ സ്ട്രോങ് കുറഞ്ഞിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മളോട് ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് പുട്ട് എ പീസ് ഓഫ് സിങ്ക് ഇൻ ടു ഇറ്റ്. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരു സിങ്ക് ഒരു മെറ്റലാണ്, ആ മെറ്റലിൻ്റെ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. വാട്ട് ഡു യു സീ? എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, ടെസ്റ്റ് ട്യൂബിലേക്ക് ഡയല്യൂട്ട് ചെയ്തിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുക. ആ ഒഴിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ഒരു സിങ്കിൻ്റെ പീസ് ഇട്ടെടുക്കുക. എന്താണ് കാണാൻ കഴിയുന്നതെന്നാണ് ചോദിക്കുന്നത്. ഈ പിക്ചർ നോക്കിക്കേ, ഒരു ടെസ്റ്റ് ട്യൂബാണല്ലേ, അതിലൊരുപാട് ബബിൾസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വി ക്യാൻ സീ ബബിൾസ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. അതാണ് അതിൻ്റെ ആൻസർ. നമ്മളോട് ചോദിച്ചില്ലേ സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് ബബിൾസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ക്ലോസ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് ദ തം ഫോർ സം ടൈം. ഇനി ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗില്ലേ, അത് നമ്മളോട് നമ്മളെ കൈൻ്റെ വിരൽ ഉപയോഗിച്ചത് ക്ലോസ് ചെയ്ത് പിടിക്കാൻ കുറച്ച് ടൈം. ഹോൾഡ് എ ലൈറ്റൻ മാച്ച് സ്റ്റിക്ക് അറ്റ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ആൻഡ് റിമൂവ് ദ തം. വാട്ട് ഹാസ് ഹാപ്പൻഡ്? ഇനി നമ്മൾ കുറച്ച് ടൈം നമ്മളോട് വിരൽ ഇങ്ങനെ പിടിക്കണമെന്ന് പറഞ്ഞല്ലേ, ക്ലോസ് ചെയ്തിട്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മളോട് എന്ത് പറയണം? ആ തമ്പ് റിമൂവ് ചെയ്യാൻ. അതിൻ്റെ കൂടെ തന്നെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് ഒരു തീപ്പെട്ടിക്കുള്ളി കത്തിച്ചിട്ട് കാണിച്ചു നോക്കാൻ. വാട്ട് ഹാസ് ഹാപ്പൻഡ്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദ ഫ്ലെയിം ഗോസ് ഓഫ് ആൻഡ് ദ ഗ്യാസ് ബേൺസ് ഇൻ ബ്ലൂ കളർ വിത്ത് എ പോപ്പ് സൗണ്ട്. ഒരു പോപ്പ് സൗണ്ടോട് കൂടെ ആ ഫ്ലെയിം, അതായത് മാച്ച് സ്റ്റിക്കിലുള്ള ഫ്ലെയിം ഓഫായി പോവുകയും ബ്ലൂ കളറിൽ ഒരു ഫ്ലെയിം, തീ അവിടെ വരികയും ചെയ്യുന്നു. അതായത് ഒരു ഗ്യാസാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഹിയർ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് സിങ്ക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ നടന്നപ്പോൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുകയാണ് ഉണ്ടായത്. വെൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് വിത്ത് സിങ്ക്, ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഡൈല്യൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് കൂടിച്ചേർന്നാൽ അവിടെ എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ ഫോം ചെയ്യും. ഹൈഡ്രജൻ ഈസ് ഇൻഫ്ലെയിമബിൾ. ഹൈഡ്രജൻ എന്താണ്? ഒരു ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ളതാണ്, അതായത് കത്തുന്ന വസ്തുവാണ്. ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ്സ് ഫ്രം ദ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ബേൺസ് വിത്ത് എ ലോ നോയ്സ് വെൻ ലൈറ്റഡ്. ഹൈഡ്രജൻ ഗ്യാസ് ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തു വരികയും അതിനോട് കൂടെ തന്നെ ലോ നോയ്സ്, ഒരു ചെറിയ ശബ്ദത്തോടെ, അതായത് നമ്മൾ പറഞ്ഞു ഒരു പോപ്പ് സൗണ്ട് അല്ലേ, ഒരു പോപ്പ് സൗണ്ട്, ചെറിയൊരു ശബ്ദത്തോടു കൂടെ അത് ചെറിയൊരു ഗ്യാസ് പോലെ ബ്ലൂ കളറിലായിട്ടത് കാണുകയും ചെയ്യുന്നു. ടെക്സ്റ്റിൽ പേജ് നമ്പർ 14 തന്നെ ഒരു ഹൈഡ്രജൻ ബലൂൺ മേക്ക് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെ,
ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും കൂടെ റിയാക്ട് ചെയ്താൽ അവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ ആണല്ലേ. അങ്ങനെ അതൊരു ബോട്ടിലിട്ടിട്ട് അവിടെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ബോട്ടിലിൻ്റെ അറ്റത്ത് നമ്മളൊരു ബലൂണ് കെട്ടിവെക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാവുന്ന ഗ്യാസ് ഈ ബലൂണിൽ നിറയുകയും ആ ബലൂണിൻ്റെ അകത്ത് മുഴുവൻ ഹൈഡ്രജൻ നിറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായി? ഒരു ഹൈഡ്രജൻ ബലൂണായി മാറുന്നു. Then listen this question. Have you noticed the bottle and its stopper used to store acid in laboratory? Why are metal stoppers not used? നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു അല്ലേ? അതിലെന്താണ് പറയുന്നത്? ലാബുകളിലും മറ്റും ആസിഡ് കീപ്പ് ചെയ്യാൻ സൂക്ഷിക്കാൻ വേണ്ടി മെറ്റൽ ബോട്ടിൽസും അതുപോലെ തന്നെ അതിൻ്റെ ലിഡിലെ അടപ്പ് അതും ഉപയോഗിക്കുന്നില്ല. അതായത് മെറ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്റ്റീലോ അലുമിനിയോ അങ്ങനെ ഇരുമ്പോ അങ്ങനെ ഏത് വസ്തു ആയിക്കോട്ടെ നമ്മളതിനെ മെറ്റൽ എന്നാണ് പറയുന്നത്. ഈ മെറ്റൽ വസ്തുക്കൾ നമ്മൾ ആസിഡ് സൂക്ഷിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഫോം ഹൈഡ്രജൻ. ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ അത് എന്തായി മാറും? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. സോ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആസിഡ് നമ്മൾ എപ്പോഴും ഗ്ലാസിൻ്റെ അല്ലേ അല്ലെങ്കിൽ സെറാമിക് ഗ്ലാസിൻ്റെ ബോട്ടിൽസിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ലിഡ് അടപ്പുകളും നമ്മൾ ഏതുപയോഗിക്കുന്നില്ല? മെറ്റൽ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ. The pickles we commonly use are acidic in nature. Are they stored in metal containers? What is pickle? Pickles means അച്ചാറുകൾ അല്ലേ? ഇതൊക്കെ പുളിരുചിയാണല്ലോ. ബിക്കോസ് ദേ ആർ ഇൻ അസിഡിക് നേച്ചർ. അതെന്താണ്? അസിഡിക്കാണ്. അതായത് അതിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ അച്ചാർ സൂക്ഷിച്ചു വെക്കാൻ ഏത് ബോട്ടിൽസാണ് തിരഞ്ഞെടുക്കുന്നത്? മെറ്റൽ ബോട്ടിൽസ് ആണോ അതോ ഗ്ലാസ് ആണോ പ്ലാസ്റ്റിക് ആണോ? എങ്ങനെയുള്ള ബോട്ടിലുകളാണ് നിങ്ങൾ അച്ചാർ സൂക്ഷിച്ചു വെക്കുന്നത്? അതായത് ഇവ മെറ്റൽ പാത്രങ്ങളിൽ ഓർ മെറ്റൽ കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെച്ചാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ അതിൽ നിന്ന് എന്തുണ്ടാവാം? ഹൈഡ്രജൻ ഉണ്ടാവാം. ഇറ്റ് കോസ് ഹെൽത്ത് പ്രോബ്ലംസ്. ഇത് എന്തിന് കാരണമാകും? ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കൂടാതെയോ ആൻഡ് ഡാമേജ് പിക്കിൾസ്, അച്ചാറുകളും കേടുവരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് acid react with the metals to produce hydrogen. It cause health problems and pickles damage. So they kept in either earthen vessel or ceramic vessel and glass bottles. നമ്മൾ അച്ചാറുകൾ പിക്കിൾസ് എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? എർത്തൻ വെസൽ, അതായത് മൺപാത്രങ്ങളിൽ, അല്ലെങ്കിലോ സെറാമിക് വെസൽ. സെറാമിക് അറിയാലോ, നമ്മൾ ഗ്ലാസ് പോലെയുള്ള ഒരു വസ്തുവാണ് സെറാമിക്. അതല്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസിലാണ് നമ്മൾ പിക്കിൾസ് കീപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. We use many substances of acidic nature at home. നമ്മുടെ വീട്ടിൽ ഒരുപാട് വസ്തുക്കൾ അസിഡിക് സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലായല്ലേ? നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഹാവ് യു ലേൺ ദാറ്റ് ആസിഡ്സ് റിയാക്ട് വിത്ത് മെറ്റൽസ്? ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Therefore, metal containers are not used to store food substances containing tamarind, buttermilk, vinegar and lemon juice. അതായത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് ടാമറിൻഡ്, പുളി, ബട്ടർ മിൽക്ക്, മോര്, വിനെഗർ, സുറുക്ക ആൻഡ് ലെമൺ ജ്യൂസ്, നാരങ്ങാനീര്. ഇവയ്ക്കൊക്കെ അസിഡിക് നേച്ചറാണ്, അതായത് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡാണ്. അതുകൊണ്ട് തന്നെ
ഇവ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ ഒരിക്കലും മെറ്റൽ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യുന്നില്ല. സം ഓഫ് ദ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ആസിഡ് ക്യാൻ കോസ് ഹെൽത്ത് പ്രോബ്ലംസ്. ചില സബ്സ്റ്റൻസുകൾ മെറ്റലുമായിട്ട് റിയാക്റ്റ് ചെയ്യും. അതായത് ആസിഡ് അടങ്ങിയിട്ടുള്ള വസ്തുക്കളാണ് മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തുണ്ടാവും? ഹെൽത്ത് പ്രോബ്ലംസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുള്ള പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഈസ് ആൻ അലുമിനിയം വെസൽ ഓർ ആൻ earthen pot more suitable for preparing food containing buttermilk? ബട്ടർ മിൽക്ക് അറിയാമല്ലോ, മോരടങ്ങിയിട്ടുള്ള ഫുഡ് കുക്ക് ചെയ്യാൻ അലുമിനിയം വെസലാണോ അതോ മൺപാത്രമാണോ ഏറ്റവും സ്യൂട്ടായത്? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കിതിൻ്റെ ആൻസർ ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് ഏതാണ്? എർത്തൺ പോട്ടാണ്, അതായത് മൺപാത്രമാണ്. അലുമിനിയം വെസലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബട്ടർ മിൽക്ക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവ റിയാക്ഷൻ സംഭവിച്ച് നമ്മളുടെ ഹെൽത്തിന് പ്രോബ്ലംസ് ഉണ്ടാക്കും. നെക്സ്റ്റ്, എഗ് ഷെൽ ഇൻ ആസിഡ്. എഗ് ഷെൽ അറിയാലോ, മുട്ടയുടെ തോല്. അത് ആസിഡിൽ ഇട്ട് നോക്കാൻ പറയണം. ടേക്ക് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ആഡ് പീസ് ഓഫ് എഗ് ഷെൽ ഇൻ ടു ഇറ്റ്. ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിലേക്ക് ഡയല്യൂട്ട് ചെയ്തിട്ടുള്ള, അതായത് നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കാൻ. ദെൻ അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? എഗ് ഷെല്ലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബ്രിങ് എ ലൈറ്റഡ് മാച്ച് സ്റ്റിക്ക് എബോവ് ദ ടെസ്റ്റ് ട്യൂബ്. വാട്ട് ഹാപ്പൻസ്? അതായത് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു മാച്ച് സ്റ്റിക്ക് കത്തിച്ചിട്ട് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകൾ ഭാഗത്തേക്ക് പിടിക്കാൻ. വാട്ട് ഹാപ്പൻസ്? എന്താണ് സംഭവിക്കുന്നത്? എ കളർലെസ് ഓർഡർലെസ് ഗ്യാസ് ഈസ് ഇവോൾവ്ഡ്. ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് കളറും അതുപോലെ തന്നെ സ്മെല്ലൊന്നും ഇല്ലാത്തൊരു ഗ്യാസ് അതിൽ നിന്ന് പുറത്തു വരും. ഇറ്റ് വിൽ നോട്ട് ബേൺ. അതൊരിക്കലും കത്തുന്നില്ല. എഗ് ഷെൽസ് ആർ കാൽസ്യം കാർബണേറ്റ്. എഗ് ഷെല്ല് കാൽസ്യം കാർബണേറ്റ് ആണ്, അതായത് കാൽസ്യം കാർബണേറ്റ് എന്ന വസ്തു കൊണ്ടാണ് എഗ് ഷെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് വിത്ത് കാൽസ്യം കാർബണേറ്റ് പ്രൊഡ്യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് ഡയലൂട്ട് ചെയ്തിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് കാൽസ്യം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ, അവ കൂടിച്ചേർന്ന് റിയാക്ഷൻ സംഭവിച്ചാൽ അതിൽ നിന്ന് ഉണ്ടാവുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എഗ് ഷെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽസ്യം കാർബണേറ്റ്സ് ആണ്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? ടെസ്റ്റ് ട്യൂബ് അല്ലേ. അതായത് ടെസ്റ്റ് ട്യൂബിലുള്ളത് സൾഫ്യൂരിക് ആസിഡ്. എങ്ങനെയുള്ള സൾഫ്യൂരിക് ആസിഡ്? ഡയലൂട്ട് ചെയ്തുള്ള സൾഫ്യൂരിക് ആസിഡ്. അതിലേക്ക് എഗ് ഷെല്ല് ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഒരു മാച്ച് സ്റ്റിക്ക് കത്തിച്ചിട്ട് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിൽ കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒരു കളർലെസ് ഓർഡർലെസ് ഗ്യാസാണ് അതിൽ നിന്ന് വരുന്നത്. അതൊരിക്കലും കത്തുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു എക്സ്പെരിമെൻ്റ്? ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഡയലൂട്ട് ചെയ്തിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്, ദെൻ അതിൻ്റെ കൂടെ സിങ്ക് കൂടെ ആഡ് ചെയ്യാനാണ്. എന്നിട്ട് ഒരു മാച്ച് സ്റ്റിക്ക് കാണിച്ചു കൊടുത്താൽ അതിൽ നിന്ന് ഒരു ഗ്യാസ് പുറത്തേക്ക് വരും. ആ ഗ്യാസ് കത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ പുറത്ത് വന്നിട്ടുള്ള ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇറ്റ് വിൽ നോട്ട് ബേൺ. അതൊരിക്കലും കത്താൻ സഹായിക്കുന്നില്ല. പ്ലീസ് ലിസൺ. എഗ് ഷെൽ, ചോക്ക് ആൻഡ് മാർബിൾ കണ്ടെയ്ൻ കാൽസ്യം കാർബണേറ്റ്. എഗ് ഷെല്ലും ചോക്ക് അറിയാലോ, നമ്മൾ ബോർഡിലൊക്കെ എഴുതാൻ യൂസ് ചെയ്യുന്ന ചോക്ക്, ആൻഡ് മാർബിൾ കണ്ടെയ്ൻ കാൽസ്യം കാർബണേറ്റ്. ഇവയിലൊക്കെ എന്തുണ്ട്? കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. വെൻ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ്, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഈ കാർബണേറ്റ്സ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്യാസ് വിച്ച് എക്സ്റ്റിങ്വിഷ് ഫയർ. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസാണ്. അത് തീ അണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തു കൂടിയാണ്. ഓക്കെ ആണല്ലോ? ദെൻ നെക്സ്റ്റ്, ഫയർ എക്സ്റ്റിങ്വിഷർ. കേട്ടിട്ടുണ്ടോ? എന്താണ് ഫയർ എക്സ്റ്റിങ്വിഷർ? അതായത് തീ നന്നായിട്ട് ആളിക്കത്തുന്ന ടൈമിൽ അത് അണക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഫയർ എക്സ്റ്റിങ്വിഷർ. അത് നമ്മൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. അതാണ് വി മേക്ക് എ ഫയർ എക്സ്റ്റിങ്വിഷർ. Can we also make a fire extinguisher? മെറ്റീരിയൽസ് റിക്വയർഡ്, ആവശ്യമായുള്ള വസ്തുക്കൾ: വിനെഗർ, സുർക്ക, ബേക്കിംഗ് സോഡ, പ്ലാസ്റ്റിക് ബോട്ടിൽ, ദെൻ പ്ലാസ്റ്റിക് ട്യൂബ് ആൻഡ് ക്യാൻഡിൽ. ഒരു പ്ലാസ്റ്റിക് ട്യൂബും വേണം, കൂടെ മെഴുകുതിരിയും വേണം. ഇനി എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ഫിക്സ് എ ട്യൂബ് എയർ ടൈറ്റ് ഇൻ ദ ക്യാപ്പ് ഓഫ് എ പ്ലാസ്റ്റിക് ബോട്ടിൽ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അതിൻ്റെ അടപ്പ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ക്യാപ്പിൽ, അടപ്പിൽ പിക്ചറിൽ കാണിച്ചതുപോലെ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് അതിൽ ഫിറ്റ് ചെയ്യുക. ദെൻ ഫിൽ വിനെഗർ അപ് ടു ഹാഫ് ഓഫ് ദ ബോട്ടിൽ. എന്നിട്ട് ആ ബോട്ടിലിൻ്റെ പകുതിയോളം വിനെഗർ ഒഴിക്കുക. പാക്ക് സം ബേക്കിംഗ് സോഡ ഇൻ എ പേപ്പർ ആൻഡ് സസ്പെൻഡ് ഇറ്റ് ഫ്രം ദ ട്യൂബ് അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് ദ ബോട്ടിൽ എബവ് ദ ലെവൽ ഓഫ് വിനെഗർ. ഇനി ചെയ്യേണ്ടത്, കുറച്ച് ബേക്കിംഗ് സോഡ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ആ ഉള്ളിലേക്ക് ഇറക്കി വെച്ച ട്യൂബിൻ്റെ അറ്റത്ത് കെട്ടിത്തൂക്കിയിടുക. അതൊരിക്കലും വിനെഗറിൽ, ആ സുർക്കയിലേക്ക് വീണു പോകരുത്. എന്നാലോ അതിൻ്റെ തൊട്ട് മുകളിലോ ആയിരിക്കണം. ടേക്ക് കെയർ ദാറ്റ് ദ പാക്കറ്റ് ഓഫ് ബേക്കിംഗ് സോഡ ഡസ് നോട്ട് ഫാൾ ഇൻ ടു വിനെഗർ. അതൊരിക്കലും അതിൽ വീണു പോകരുത്. ക്ലോസ് ദ ബോട്ടിൽ പ്രോപ്പർലി. എന്നിട്ട് അതിൻ്റെ ബോട്ടിൽ നന്നായിട്ട് ക്ലോസ് ചെയ്യാം. ഷെയ്ക്ക് ദ ബോട്ടിൽ ത്രൂലി ആൻഡ് അലോ ബേക്കിംഗ് സോഡ ടു ഫാൾ ഇൻ ടു വിനർ. ഇനി ചെയ്യേണ്ടത്, ആ ബോട്ടിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്യുക മീൻസ് നന്നായിട്ട് കുലുക്കുക. കുലുക്കുന്നത് കൂടെ എന്ത് സംഭവിക്കണം? ആ കെട്ടി തൂക്കിയിട്ടുള്ള ബേക്കിംഗ് സോഡ വിനെഗറിലേക്ക് വീഴണം. ഡയറക്റ്റ് ദ ഗ്യാസ് കമ്മിങ് ഫ്രം ദ ബോട്ടിൽ ടുവാർഡ്സ് എ ലൈറ്റഡ് ക്യാൻഡിൽ. വാട്ട് ഡു യു സീ? അപ്പോൾ ആ ബേക്കിംഗ് സോഡയും വിനെഗർ ഒരു ആസിഡാണല്ലേ, ആ വിനെഗറും ബേക്കിംഗ് സോഡയും കൂടെ റിയാക്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഗ്യാസ് പുറത്തേക്ക് വരും. ഏതിലൂടെ? നമ്മൾ അതിൻ്റെ അടപ്പിൽ നല്ല എയർ ടൈറ്റായിട്ട് നമ്മൾ ഘടിപ്പിച്ചിട്ടുള്ള ട്യൂബിലൂടെ പുറത്ത് വരും. ഇനി നമ്മൾ പറഞ്ഞു മെഴുകുതിരി വേണമെന്നല്ലേ. ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ആ ട്യൂബിൻ്റെ അടുത്തേക്ക് കൊണ്ട് ചെന്നാൽ എന്താണ് കാണാൻ കഴിയുന്നത്? യു നോ ദാറ്റ് വിനെഗർ ഈസ് എ അസറ്റിക് ആസിഡ്. വിനെഗർ എന്താണ്? ഒരു ആസിഡാണ്, നേരത്തെ പറഞ്ഞിരുന്നു. അതെന്ത് ആസിഡാണ്? അസറ്റിക് ആസിഡാണ്. ബേക്കിംഗ് സോഡ ഈസ് എ സോഡിയം ബൈകാർബണേറ്റ്. ബേക്കിംഗ് സോഡയിൽ സോഡിയം ബൈകാർബണേറ്റ് ആണ്. വെൻ ദേ റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഫോംഡ്. ഇവ രണ്ടും റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുകയും അത് ട്യൂബിലൂടെ പുറത്തേക്ക് വരികയും നമ്മൾ കത്തിച്ച് വെച്ചിട്ടുള്ള ക്യാൻഡിൽ അതിൻ്റെ തീ അണഞ്ഞു പോവുകയും ചെയ്യുന്നു. ദ ഫയർ എക്സ്റ്റിങ്വിഷർ വർക്ക്സ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. ഫയർ എക്സ്റ്റിങ്വിഷർ അറിയില്ലേ? ഈ പിക്ചറിൽ കാണുന്ന റെഡ് ബോട്ടിൽ പോലെയുള്ളതാണത്. അത് വർക്ക് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ദെൻ മാജിക് ഓഫ് ദി എഗ്. പ്ലേസ് ആൻ എഗ് ഇൻ എ ബീക്കർ. ഒരു ബീക്കർ എടുക്കുക, അതിലേക്ക് ഒരു എഗ്ഗ് ഇറക്കി വെക്കുക. ഫിൽ ദ ബീക്കർ ഫുൾ വിത്ത് വിനെഗർ. എന്നിട്ട് ആ ബീക്കർ കംപ്ലീറ്റ് ആയിട്ട് എന്തൊഴിക്കണം? വിനെഗർ. ദ എഗ് റൈസസ് ടു ദ സർഫസ് ആൻഡ് ദെൻ സിങ്ക്. ആ വിനെഗർ ഒഴിച്ച ഉടനെ എന്ത് കാണാം? എഗ്ഗ് മുകളിലേക്ക് പൊന്തുകയും അതേപോലെ തന്നെ താഴേക്ക് വരികയും ചെയ്യുന്നത് കാണാം. ദിസ് ആക്ഷൻ കീപ്സ് ഓൺ റിപ്പീറ്റിംഗ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് എഗ്ഗ് മുകളിലേക്ക് പോവുക, ദെൻ അത് താഴേക്ക് വരിക, ദെൻ വീണ്ടും അത് മുകളിലേക്ക് പോവുക, താഴേക്ക് വരിക. കാർബണേറ്റ് ഇൻ ദ എഗ് ഷെൽ റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഫോംഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, എഗ്ഗിൻ്റെ ഷെല്ല് എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. ആ കാർബണേറ്റ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ അതിൽ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തിട്ടുണ്ട്. The egg ascend because carbon dioxide others in the form of bubbles to
ടു ദ സർഫസ് ഓഫ് ദി എഗ്. അതായത് എഗ്ഗ് മുകളിലേക്ക് പോവാൻ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് അതേഴ്സ് ഇൻ ദ ഫോം ഓഫ് ബബിൾസ് ഇൻ ദ സർഫസ് ഓഫ് ദി എഗ്ഗ്. എഗ്ഗിൻ്റെ സർഫസ് ഉണ്ടാവില്ലേ, എഗ്ഗിൻ്റെ ഷെല്ല്, മുട്ടയുടെ തോല്. ആ മുട്ടയുടെ തോലിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ബബിൾസ് പോലെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. വെൻ ദ എഗ് റീച്ചസ് ദ സർഫസ്, എഗ്ഗ് മുകളിലേക്ക് ഉയർന്ന് അത് സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്കേപ്പ് ആൻഡ് ദ എഗ് ഡിസെൻഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? വായുവിലേക്ക് പുറന്തള്ളപ്പെടും. ആൻഡ് ദ എഗ് ഡിസെൻഡ്. അത് കാരണം എഗ്ഗ് പിന്നെ എന്താവും? ഡിസെൻഡ്, താഴേക്ക് വരികയും ചെയ്യുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ നെക്സ്റ്റ്, വെൻ ആൻസ് ബൈറ്റ്, ഉറുമ്പ് കടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. വെൻ ആൻസ് ബൈറ്റ്, ഉറുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഈ സ്മോൾ എമൗണ്ട് ഓഫ് ഫോമിക് ആസിഡ് എൻറ്റേഴ്സ് അവർ ബോഡി. ഒരു ചെറിയ അളവിൽ ഫോമിക് ആസിഡ്, അതൊരു ആസിഡാണ് കേട്ടോ, ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കയറും. ദിസ് ഈസ് വൈ ഇറ്റ് പെയിൻസ്. അത് കാരണമാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അതായത് ആൻസ്, ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡാണ് ഫോമിക് ആസിഡ്. ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഫോമിക് ആസിഡ് ഒരു ചെറിയ അളവിൽ എത്തുകയും നമ്മൾക്ക് പെയിനായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ദെൻ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. ആസിഡിൻ്റെ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. യു ഹാവ് ഡൺ എ ഫ്യൂ എക്സ്പെരിമെൻറ്റ് യൂസിങ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ആൻഡ് ആസിഡ്. നമ്മളിപ്പോൾ കുറച്ച് എക്സ്പെരിമെൻറ്റ് ഡിസ്കസ് ചെയ്തു അല്ലേ? Can you shade the general properties of acid on the basis of following hints? അതായത് താഴെ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മൾക്ക് പ്രോപ്പർട്ടീസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ്, കളർ ഓഫ് ലിറ്റ്മസ് ഇൻ ആസിഡ്. ആസിഡിൽ ലിറ്റ്മസിൻ്റെ കളറ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. ബ്ലൂ ലിറ്റ്മസ് റെഡ് കളറായിട്ട് മാറുന്നുണ്ട്. ദെൻ ടേസ്റ്റ്, സോർ ടേസ്റ്റ്, പുളിരുചി. നെക്സ്റ്റ്, റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്റ്റ് ചെയ്താൽ എന്താണ് അവിടെ ഉണ്ടാവുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ. മെറ്റൽ റിയാക്റ്റ് വിത്ത് ആസിഡ് ടു ഫോം ഹൈഡ്രജൻ. നെക്സ്റ്റ് പോയിന്റ്, റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ്. ആസിഡ് കാർബണേറ്റുമായിട്ട് റിയാക്റ്റ് ചെയ്താൽ എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് ഫോം ചെയ്യുന്നത്. Then it's enough. Today our discussing topic is acid and metal. ആസിഡും മെറ്റലും തമ്മിൽ റിയാക്റ്റ് ചെയ്താൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ എഗ് ഷെൽ ഇൻ ആസിഡ്. എഗ് ഷെൽ അല്ലേ, നമ്മുടെ മുട്ടയുടെ തോട്, അത് ആസിഡിൽ വീണ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, അവിടെ ഏത് ഗ്യാസ് ആണ് ഫോം ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ്, വി മേക്ക് എ ഫയർ എക്സ്റ്റിങ്ഷർ. ഒരു ഫയർ എക്സ്റ്റിങ്ഷർ നമ്മൾക്ക് വല്ല അപകടം സംഭവിച്ചാൽ അതെങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റേജാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. ആസിഡിൻ്റെ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആ പോയിന്റ്സ് ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.